Hi, I'm Architect Shakir, Managing Partner at Oak Architects and Interiors. സോ കഴിഞ്ഞൊരു 10 വർഷമായിട്ട് ഓക്ക് ആർക്കിടെക്ട്സ് ആൻഡ് ഇൻറ്റീരിയേഴ്സ് ബീയിങ് എ കൺസൾട്ടൻസി ആൻഡ് എ പ്രോജക്ട് മാനേജ്മെൻറ്റ് ഫേം ഞങ്ങൾ പല നിഷസിലുള്ള പ്രോജക്ട്സ് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. വി ആർ മെയിൻലി ഫോക്കസ്ഡ് ടു റെസിഡൻഷ്യൽ ആൻഡ് കൊമേഴ്ഷ്യൽ പ്രോജക്ട്സ്. പ്ലസ് വി ഹാവ് ബീൻ ഇൻ ടു ഫ്യൂ ഹോസ്പിറ്റാലിറ്റി റിലേറ്റഡ് റിസോർട്ട്സ് പ്രോജക്ട്സ്, പിന്നെ ഹോസ്പിറ്റൽ വർക്കുകൾ ചെയ്തിട്ടുണ്ട്, ദെൻ സം IT ഫേംസ്. So this was the journey of Oak Architects till date. സാറിന് ഇത്രയും വർഷത്തെ ഒരു കരിയറിൽ സാർ ഫേസ് ചെയ്തിട്ടുള്ള ചലഞ്ചസ് എന്തൊക്കെയായിരുന്നു, അതുപോലെ എങ്ങനെയാണ് അത് ഓവർകം ചെയ്തത്? സോ കമ്മിങ് ടു ചാലഞ്ചസ്, ഇപ്പോൾ പറഞ്ഞല്ലോ 10 വർഷമായിട്ടുള്ള നമ്മുടെ ഒരു ഫേമിൻ്റെ ഇടയിൽ ഒരുപാട് ചാലഞ്ചസ് നമുക്ക് വന്നിട്ടുണ്ട്. ബട്ട് മെയിൻലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഉള്ള നമ്മളുടെ ഒരു 25 മെമ്പേഴ്സോളം ഉള്ള ഒരു ടീമുണ്ട്. ആ ഒരു ടീമിനെ ബിൽഡ് ചെയ്യലാണ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ചാലഞ്ചസ് വി ഹാവ് ഫേസ്ഡ്. ആക്ച്വലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടീം ബിൽഡിങ്ങിൽ തന്നെ ഇപ്പോൾ നമുക്കൊരു ഡിസൈൻ ഏരിയയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ഈ ഒരു പല ഇൻസ്റ്റിറ്റ്യൂഷൻസിലും വരുന്ന ആൾക്കാർ പൊതുവേ റെൻഡറിങ്ങിലൊക്കെ ഭയങ്കര ഉഷാറായിരിക്കും. ഇപ്പോൾ വെൻ ദേ ഷോ ദെയർ പോർട്ട്ഫോളിയോ ഭയങ്കര അടിപൊളി റെൻഡേഴ്സും ഭയങ്കര കളർഫുൾ ഇമേജസ് ഒക്കെ ആയിരിക്കും അവരുടെ റെൻഡറിങ്സ് ഉണ്ടാവുന്നത്. ബട്ട് വെൻ കമ്മിങ് ടു ദ ഡിസൈൻ പാർട്ട്, അതിൽ ഡിസൈനിനെ കുറിച്ച് അവർക്ക് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാറില്ല പൊതുവേ. അപ്പോൾ ഞാൻ ഇപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്തും ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസിലുള്ള ഒരു കാര്യം നമ്മൾ അവർ ലാക്ക് ചെയ്യുന്നതും ഹൗ ടു കൺവേ ദ ഡിസൈൻ പാർട്ട് എന്നുള്ളിടത്താണ് മെയിനായിട്ട് ഇഷ്യൂസ് വരുന്നത്. സോ ആ ഒരു കാര്യം കൂടെ അറിയുന്ന രീതിയിലുള്ള ഡിസൈനേഴ്സിനെ കണ്ടെത്തുന്നതാണ് നമ്മൾ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ചാലഞ്ച് സിൻസ് ലൈക്ക് ഒരു 10 years ആയിട്ട് നമ്മൾ ഫേസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഹൗ ഡു വി ഓവർകം എന്ന് പറയുമ്പോൾ നമ്മളതിൽ നമ്മളുടേതായ രീതിയിലുള്ള ഒരു സിസ്റ്റത്തിലൂടെ അവരുടെ ഡിസൈൻ പഠിപ്പിച്ചെടുക്കുന്നതിലൂടെയാണ് നമ്മളത് ആക്ച്വലി ഓവർകം ചെയ്തിട്ടുള്ളത്. സോ നമ്മൾ ബെറ്റർ ഡിസൈനേഴ്സിനെ നോക്കുന്നതിന് പകരം ബെറ്റർ ഡിസൈനേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാനാണ് ഇപ്പോൾ ഓക്ക് ആർക്കിടെക്ട്സ് ശ്രമിക്കുന്നത്. ഞങ്ങൾ ഡിസൈനേഴ്സ് എപ്പോഴും ഭയങ്കര ക്രിയേറ്റീവായിട്ട് പുതിയ പുതിയ ഡിസൈൻസ് ഒക്കെ കൊണ്ടുവരാറുണ്ട്. അപ്പോൾ പലപ്പോഴും അതിന്റെ പ്രാക്ടിക്കാലിറ്റിയിൽ ചിലപ്പോൾ ഒന്ന് സ്റ്റക്കായി പോവാറുണ്ട്. ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ സാർ എങ്ങനെയാണ് അതിനെ ഓവർകം ചെയ്യാറ്? ആക്ച്വലി ഇതും ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യവുമായിട്ട് കണക്റ്റഡ് ആണ്. വെൽ, നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെങ്കിലും ഇപ്പോൾ ഈ ഒരു ആർക്കിടെക്ചറൽ കോളേജസ് ആണെങ്കിലും ഒക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് ഈ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്ന സാധനം നമ്മൾ നല്ല രീതിയിലുള്ള റെൻഡറിങ് ചെയ്യുന്നതാണ് എന്നാണ്. അതായത് ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള ഒരു റെൻഡറിങ് ഇമേജ് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അയാൾ ഭയങ്കര ക്രിയേറ്റീവ് ആണ് എന്നുള്ളതാണ് പൊതുവായ നമ്മളുടെയൊക്കെ ധാരണ. പക്ഷെ വെൻ കംസ് ടു ക്രിയേറ്റിവിറ്റി, ആക്ച്വലി ഒരു ക്രിയേറ്റീവ് ആവുക എന്ന് പറയുന്നത് ആ ഒരു കോണ്ടെക്സ്റ്റിനനുസരിച്ചും ആ ഒരു റിക്വയർമെൻറ്റിനനുസരിച്ചും അതിന് ഒരു എന്താ പറയുക, അവർ എന്താണോ എക്സ്പെക്ട് ചെയ്യുന്നത്, ഒരു ക്ലൈൻറ്റ് എന്താണോ എക്സ്പെക്ട് ചെയ്യുന്നത് അതിൻ്റെ മുകളിലേക്ക് സാറ്റിസ്ഫാക്ഷൻ കൊടുക്കുമ്പോഴാണ് അവിടെ ആക്ച്വൽ ക്രിയേറ്റിവിറ്റി ശരിക്കും നടക്കുന്നത്. സോ വെൻ കമ്മിങ് ടു ഡിസൈൻ, നമ്മുടെ ആ ഒരു സൈറ്റ് അതല്ലെങ്കിൽ അവിടുത്തെ കോണ്ടെക്സ്റ്റ് എന്താണോ, അവിടുത്തെ റിക്വയർമെൻറ്റ് എന്താണോ അത് മനസ്സിലാക്കി അതിനനുസരിച്ച് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ക്രിയേറ്റിവിറ്റി എന്നുള്ള കാര്യവും അവിടെ ആപ്ലിക്കബിൾ ആവും, പ്ലസ് പ്രാക്ടിക്കാലിറ്റി എന്നുള്ള കാര്യവും അവിടെ സോൾവ് ആവും. സോ ആ രീതിയിൽ ഡിസൈൻ ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മുടെ ടീമിനെ എക്യുപ്പ് ചെയ്യുന്നത്. റാദർ ദാൻ ഗോയിങ് ടു പിൻട്രസ്റ്റ് ആൻഡ് സം റെഫറൻസ് നോക്കുന്നു, അതേ രീതിയിലുള്ള സംഭവം നമ്മൾ ഈ ഒരു ഡയമെൻഷൻസിലേക്ക് മാറ്റുന്നു എന്നുള്ളതിൽ നമ്മൾ ക്രിയേറ്റിവിറ്റി കാണാൻ പാടില്ല. സോ അവിടെയാണ് നമ്മുടെ ആ ഒരു മാറ്റം. സോ അതിൽ എങ്ങനെയാണ് നമ്മുടെ പ്രാക്ടിക്കലി നമ്മൾ എന്താണോ അവിടെ ആവശ്യമുള്ളത്, സൈറ്റിൽ എന്താണോ ഉള്ളത്, അല്ലെങ്കിൽ കോണ്ടെക്സ്റ്റ് എന്താണോ, ഈവൻ കമ്മിങ് ടു ലാർജർ ബിൽഡിങ്സ് അല്ലെങ്കിൽ ഒരു ക്യാമ്പസ് പ്ലാനിങ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ റദർ ദാൻ ഗോയിങ് ഫോർ ഒരു ഇൻറ്റീരിയർ എന്നുള്ളതിന് പുറമെ ആ ഒരു കോണ്ടെക്സ്റ്റ്, ആ സിറ്റിയെ ഈ ഒരു ക്യാമ്പസ് എങ്ങനെ ബാധിക്കും, ആ ഒരു സിറ്റിയെ ഈ ഒരു പ്രോജക്റ്റ് എങ്ങനെ ബാധിക്കും എന്നുള്ളത് അതിൻ്റെ ചുറ്റുമുള്ള കോണ്ടെക്സ്റ്റിനെയും കൂടെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഒരു വീടിൻ്റെ കാര്യം തന്നെ പറയാം. നമ്മളൊരു വീട് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു നല്ല രീതിയിലുള്ളൊരു ഡിസൈൻ പേപ്പറിൽ ഉണ്ടായിട്ട് കാര്യമില്ല. കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മൾ തുറക്കുന്ന വിൻഡോ തുറന്നു കഴിഞ്ഞാൽ നേരെ അപ്പുറത്തെ വീട്ടിലെ ആളെയാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ പ്രൈവസി കോംപ്രമൈസ്ഡ് ആണ്. പിന്നെ ആ വീട്ടിലെ ആൾ ആ ജനൽ തുറക്കൂല. അപ്പോൾ അവിടെയാണ് കോണ്ടെക്സ്റ്റിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. അപ്പോൾ നമ്മൾ ആ സൈറ്റ് എന്താണെന്ന് മനസ്സിലാക്കി, സൈറ്റിൻ്റെ ചുറ്റും എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് പ്രാക്ടിക്കലി അത് ഏറ്റവും എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു ഡിസൈനായിട്ട് മാറും. സോ ആ രീതിയിൽ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കി, പ്രാക്ടിക്കാലിറ്റി മനസ്സിലാക്കി, പ്രാക്ടിക്കൽ സൈഡും കൂടെ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് തന്നെ മനസ്സിലാക്കിക്കൊണ്ട് ഡിസൈൻ ചെയ്യുന്ന രീതിയിലേക്കാണ് നമ്മൾ നമ്മളെ ടീമിനെ എക്യുപ്പ് ചെയ്യുന്നത്. അതും ബേസിക്കലി നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് അത്ര ബോധേഡ് അല്ല ഇത്തരം കാര്യങ്ങൾ. അപ്പോൾ അത് നമ്മളിപ്പോൾ ഈ 10 വർഷം കൊണ്ട് നമ്മൾ കുറേ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ടീമിനെ പറഞ്ഞ് മനസ്സിലാക്കി ഡിസൈൻ ചെയ്യുമ്പോൾ ഒരു ചെക്ക് ലിസ്റ്റ് കൊടുത്ത് ഇതിൽ ഇത്തരം കാര്യങ്ങളൊക്കെ
നോക്കിയിട്ട് വേണം നമ്മൾ ഡിസൈൻ ചെയ്യാൻ എന്നുള്ള രീതിയിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് നമ്മളുടെ ഓരോ ടീം മെമ്പറേയും. ഇപ്പൊ നമ്മുടെ ഇന്റീരിയർ ഡിസൈനേഴ്സ് അതുപോലെ തന്നെ ആർക്കിടെക്ട്സ് ഇവര് സെയിം കാര്യങ്ങളൊക്കെയാണല്ലോ ഒരു ജോബ് അല്ലെങ്കിൽ ഡീൽ ചെയ്യുന്നത്. അവര് തമ്മിലുള്ള ഒരു ബന്ധത്തെ അല്ലെങ്കിൽ അവര് തമ്മിലുള്ള ഒരു കാര്യത്തെ സാർ എങ്ങനെയാണ് കാണുന്നത്? സോ ഒരു ആർക്കിടെക്റ്റും ഒരു ഇന്റീരിയർ ഡിസൈനറും തമ്മിലൊരു റിലേഷൻ, അതല്ലെങ്കിൽ ഇവർ തമ്മിൽ ചെയ്യുന്ന ഡിസൈനിലുള്ള മാറ്റത്തിനെ കുറിച്ചാണ് ഇപ്പോൾ ചോദിച്ചത്. സോ ബേസിക്കലി നമുക്കതൊരു ചെറിയ ഒരു ലെവൽ ഓഫ് പ്രോജക്ട്സ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മേ ബി ഇൻ ആൻഡ് ഔട്ട് കുറേ സെയിം കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നുണ്ടാവും. പക്ഷെ ഒരു ലാർജർ കോണ്ടെക്സ്റ്റിൽ, ലാർജർ ലെവൽ ഓഫ് പ്രോജക്ട്സിൽ ആലോചിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ഒരു ആർക്കിടെക്ട് അല്ലെങ്കിൽ ഒരു ഇന്റീരിയർ ഡിസൈനർ മാത്രം കൊണ്ട് ഒരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ആവില്ല. അപ്പോൾ സ്റ്റാർട്ടിങ് ഫ്രം ഒരു urban ഡിസൈനറുടെ തൊട്ടിട്ടുള്ള ആവശ്യം ചിലപ്പോൾ ഒരു പ്രോജക്റ്റ് ഉണ്ട്. അപ്പോൾ ലെറ്റ്സ് ഒരു എയർപോർട്ട് ഡിസൈൻ ചെയ്യാൻ ആ ഒരു സ്കെയിലിലേക്കുള്ള ഒരു പ്രോജക്റ്റ് ഒക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടോട്ടൽ വരുന്ന ഒരു urban ഫാബ്രിക് ഉണ്ടാവും. അതിനെ ഈ ഒരു എയർപോർട്ട് ഡിസൈൻ എങ്ങനെയാണ് ബാധിക്കുന്നത്? സ്റ്റാർട്ടിങ് ഫ്രം ദാറ്റ് ഒരു urban ഡിസൈനറുടെ റോൾ അവിടുന്ന് തുടങ്ങും. ചിലപ്പോൾ ടൗൺ പ്ലാനേഴ്സ് ഉണ്ടാവും, അവർ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ടാവും. urban പ്ലാനേഴ്സ് ഉണ്ടാവും, അവർ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ടാവും. ഒരു കുറച്ചും കൂടെ ടൗൺ പ്ലാനിങ് ലെവലിൽ ഉണ്ടാണെങ്കിലും ആ ഒരു ടൗൺ പ്ലാനിങ്ങിനെ ഈ ഒരു പ്രോജക്റ്റ് എങ്ങനെ ബാധിക്കുന്നു എന്ന് തൊട്ടിട്ട് ഇത് തുടങ്ങും. കമ്മിങ് ടു ലാൻഡ്സ്കേപ്പ് ആർക്കിടെക്ട്സ്, അവരായിരിക്കും അതിൻ്റെ ലാൻഡ്സ്കേപ്പിൻ്റെ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നുണ്ടാവുക. സ്ട്രക്ചറൽ ടീം ഉണ്ടാകും, അവരായിരിക്കും സ്ട്രക്ചറലി വരുന്ന കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നുണ്ടാവുക. സോ ആർക്കിടെക്ട്സ് വെൻ കമ്മിങ് ടു ഒരു ഓവറോൾ ഡിസൈൻ എന്നുള്ള രൂപത്തിലും ഇന്റീരിയർ ഡിസൈനേഴ്സ് ഓഫ് കോഴ്സ് അതിൻ്റെ ഒരു ഇന്റീരിയർ പാർട്ട് വരുന്നതിലുമാണ് ഫോക്കസ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഒരു ചെറിയ പ്രോജക്റ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിലും ഒരു ഇന്റീരിയർ ഡിസൈൻ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് ആക്ച്വലി ഒരു ഇന്റീരിയർ സ്റ്റൈലിസ്റ്റ് എന്നുള്ളൊരു പാർട്ടും കൂടെ അതിൽ നോക്കാനുണ്ട്. സോ കമ്മിങ് ടു എന്താ പറയുക, ഒരു ഡെക്കോറിൻ്റെ സൈസ് ആണെങ്കിലും ഒരു ഡെക്കോറിൻ്റെ കളറാണെങ്കിലും ഒരു ഡെക്കോറിൻ്റെ പ്ലേസ്മെൻ്റ് ആണെന്നുണ്ടെങ്കിലും അതൊക്കെ ശരിക്കും നമ്മളുടെ ഇന്റീരിയർ ആംബിയൻസിനെയും ആ ഒരു ഇന്റീരിയർ ഡിസൈനിലൂടെ ആ ഡിസൈനർ എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത്, എന്താണോ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതിന് ഇതൊക്കെ ബാധകമായിരിക്കും. സോ ആ രീതിയിൽ ഒരു ഇന്റീരിയർ സ്റ്റൈലിസ്റ്റ് എന്നുള്ള രൂപത്തിൽ വരെ, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ഇൻഡിവിജ്വൽ ചെറിയ ഒരു ഡെക്കോർ എവിടെ പ്ലേസ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ഫോട്ടോ ഫ്രെയിം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു കളർ യൂസ് ചെയ്യുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ടെക്സ്ചർ യൂസ് ചെയ്യുന്നതായിക്കോട്ടെ, ഈ റഫ് ടെക്സ്ചറിലേക്ക് പോകണോ, സ്മൂത്ത് ടെക്സ്ചറിലേക്ക് പോകണോ, ഈവൻ ഇപ്പോൾ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്ന ഒരു കൗച്ചാണെങ്കിൽ ആ കൗച്ചിൽ യൂസ് ചെയ്യുന്ന ഫാബ്രിക് ഏത് കളറായിരിക്കണം, അല്ലെങ്കിൽ ആ ഫാബ്രിക്കിൻ്റെ ടെക്സ്ചർ, ആ ഫാബ്രിക്കിൻ്റെ മെറ്റീരിയൽ ഏതായിരിക്കണം, ഇതൊക്കെ ഒരു ഇന്റീരിയർ ഡിസൈനർ എന്നുള്ള രീതിയിൽ അയാൾ നോക്കേണ്ടതാണ്. കാരണം അവിടെ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ലെറ്റ്സ് സേ നമ്മൾ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് ഒരു കുറേ സമയം ഇരുന്ന് സംസാരിക്കേണ്ട ഒരു സ്ഥലമാണെങ്കിൽ അവിടെ വളരെ ഒരു എന്താ പറയുക, ചെറിയ ഒരു ബാക്ക് റെസ്റ്റ് ഉള്ള ഒരു ചെയറോ അല്ലെങ്കിൽ ഒരു സോഫയോ കൊടുത്തുകൊണ്ട് കാര്യം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ചെറിയ എലമെന്റിനെ വരെ ഒരു ഇന്റീരിയർ ഡിസൈനർ എന്നുള്ള രീതിയിൽ ആൾ നോക്കണം. ബീങ് എൻ ആർക്കിടെക്ട് മൂപ്പരെ സംബന്ധിച്ചിടത്തോളം ഇതിലൊരു ലാർജർ കോണ്ടെക്സ്റ്റ്, ഒരു സർക്കുലേഷൻ പാറ്റേൺ എന്താണ് വരുന്നത്, ഇതിന്റെ ഓറിയന്റേഷൻ എന്താണ് വരുന്നത്, എങ്ങനെയായിരിക്കും ഇതിന്റെ ഓവറോൾ പ്ലേസ്മെന്റ് വരേണ്ടത്, ഇത്തരം കാര്യങ്ങളായിരിക്കും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ബട്ട് വെൻ കമ്മിങ് ടു ദ മൈന്യൂട്ട് ഡീറ്റെയിൽസ്, അതൊരു ഇന്റീരിയർ സ്റ്റൈലിസ്റ്റോ അതല്ലെങ്കിൽ ഈവൻ ഇപ്പോൾ ഒരു ബെഡ്റൂമിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിലും ആ ഒരു ബെഡ്റൂമിലേക്ക് ആ ബെഡ്റൂം എന്ന് പറയുന്നത് ഒരു വീടിൻ്റെ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്തായിരിക്കണം. ഈവൻ ലിവിങ് റൂമിൽ ഇരിക്കുമ്പോൾ അതിൻ്റെ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ആ ലിവിങ് റൂമിൽ ഇരിക്കുന്ന ആൾക്ക് ആ ബെഡ്റൂമിലേക്ക് കാണാൻ പാടില്ല എന്നുള്ള രീതിയിലായിരിക്കും ചിലപ്പോൾ ഒരു ആർക്കിടെക്റ്റിൻ്റെ ചിന്ത പോയിട്ടുണ്ടാവുക. പക്ഷേ ആ ബെഡ്റൂമിൽ യൂസ് ചെയ്യുന്ന ബെഡ്ഷീറ്റിൻ്റെ കളർ എന്താണ് എന്നുള്ളത് ഒരു ഇന്റീരിയർ ഡിസൈനർ ചിന്തിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു ലെവൽ ഓഫ് ഡീറ്റെയിലിംഗ് രണ്ട് പേരുടെ ചിന്താഗതികളിലും മാറ്റം ഉണ്ടാവും. പക്ഷെ ഒരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഈ പറയുന്ന ആൾക്കാരൊക്കെ ഇതിൽ ഇൻവോൾവ് ആവും വേണം. ഇവർ പറയുന്ന ഐഡിയാസ് അല്ലെങ്കിൽ ഇവർ രണ്ടുപേരും ഉദ്ദേശിക്കുന്നത്, അതിൽ രണ്ടിൽ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ അവരൊക്കെ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് അറൈവിങ് അറ്റ് ദ ബെസ്റ്റ് പോയിന്റ് ഫോർ ദ പ്രോജക്റ്റ്. ആ പ്രോജക്റ്റിന് ഏറ്റവും ബെസ്റ്റ് എന്താണോ അതിലേക്ക് ഇവരുടെയൊക്കെ ഐഡിയാസിനെ ഒന്നിങ്ങനെ കൾമിനേറ്റ് ചെയ്യാന്നുള്ള രൂപത്തിലാണ് അതിന്റെ കാര്യങ്ങൾ വരുന്നത്. ഇപ്പൊ നമ്മള് AI ഒക്കെ ഒരു കാലഘട്ടമാണല്ലോ. ഡെയിലി പുതിയ പുതിയ അപ്ഡേഷൻസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് ഇപ്പോൾ ഒരു സ്പേസിന്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ അതിന്റെ കംപ്ലീറ്റ്ലി ഇന്റീരിയർ അങ്ങനെ ഡിസൈൻ ചെയ്ത് കിട്ടും. അപ്പോൾ ഭാവിയിൽ ഒരു ഡിസൈനറുടെ ആവശ്യം ഉണ്ടാവില്ല എന്ന് സാറിന് തോന്നുന്നുണ്ടോ? സോ ബേസിക്കലി കമ്മിങ് ടു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, നമ്മൾ ഇപ്പോൾ ഈ ഡിസൈനിൻ്റെ ഒക്കെ കാര്യത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ ഡിസൈനും ആക്ച്വലി പേഴ്സണലൈസ്ഡ് ആണ്, അല്ലെങ്കിൽ കസ്റ്റമൈസ്ഡ് ആണ്. അപ്പോൾ ഞാൻ എന്താണോ, എൻ്റെ ലൈഫ് സ്റ്റൈൽ എന്താണോ, എൻ്റെ ജീവിത രീതിയും അതുപോലെ എൻ്റെ ഹാബിറ്റ്സ്, ഹോബീസ്, ഇതിനൊക്കെ റിലേറ്റഡ് ആയിട്ടാണ് ഞാൻ ജീവിക്കേണ്ട സ്പേസസും വേണ്ടത്. അങ്ങനെയാണെങ്കിലാണ് ഞാൻ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് എനിക്ക് ജീവിക്കാൻ പറ്റുക. സോ വെൻ കമ്മിങ് ടു AI, നിങ്ങൾ നോക്കിയാൽ ഇപ്പോൾ ബേസിക്കായിട്ട് നമ്മളെല്ലാവരും അല്ലെങ്കിൽ പൊതുവേ യൂസ് ചെയ്യുന്നത് ChatGPT എന്ന് പറയുന്ന ഒരു സാധനമാണ്. അതിൽ നിന്ന് നമ്മളൊരു മെസ്സേജസ് ഒക്കെ പൊതുവേ നമ്മൾ അതിൽ ജനറേറ്റ് ചെയ്യാറുണ്ട്. ChatGPTയിൽ ജനറേറ്റ് ചെയ്യുന്ന ഒരു മെസ്സേജ് ഒരാൾക്ക് അയച്ചു കൊടുത്താൽ വായിക്കുന്ന ആൾക്ക് പൊതുവേ അതൊരു എന്താ പറയുക, ഒരു പേഴ്സണലൈസ്ഡ് ആയിട്ടോ അല്ലെങ്കിൽ അതൊരു ടച്ച് ചെയ്യുന്ന മെസ്സേജ് ആവാറില്ല. ഭയങ്കര ഒരു
എന്താ പറയുക, ഒരു ഫ്രെയിംഡ് ആയിട്ടുള്ള ഒരു മെസ്സേജാണ് അതിൽ വരാറ്. അപ്പോൾ പൊതുവേ എന്താ പറയുക, ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അങ്ങനത്തെ ഒരു മെസ്സേജ് അയക്കുന്നതിന് പകരം ഇപ്പം ഞാൻ വേറൊരാൾക്ക് പൊതുവേ എന്തൊക്കെയാണ് വിശേഷം, സുഖം തന്നെ അല്ലേ, ഇപ്പോൾ അയാളുടെ കഴിഞ്ഞ എന്തെങ്കിലും ഒരു കാര്യം എനിക്ക് അറിയുന്നുണ്ടാകും. ഇപ്പോൾ പുതിയൊരു വണ്ടി വാങ്ങിച്ചു, പുതിയ കാർ എങ്ങനെയുണ്ട് യൂസ് ചെയ്തിട്ട് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ തമ്മിൽ കണക്റ്റഡ് ആവുന്നുണ്ട്. ആ ഒരു പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ആ ഒരു ചോദ്യത്തിൽ നമുക്ക് തോന്നുന്ന ആ ഒരു റിലേഷൻ എന്ന് പറയുന്നത് ഞാൻ AI ജനറേറ്റഡ് ആയിട്ടുള്ള ഒരു ഇമേജ് അയക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്തോളണം എന്നില്ല. ഇതേ കേസ് തന്നെയാണ് നമുക്ക് ഡിസൈനിലേക്ക് വരുന്ന സമയത്തും. അപ്പോൾ എൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ക്ലയൻറ്റ് എന്താണെന്ന് ഞാൻ മനസ്സിലാക്കി അയാൾക്ക് വേണ്ടത് എന്താണെന്നുള്ളത്, ഇപ്പോൾ ഒരു സിംഗിൾ മാൻ ആവില്ല, ഒരു ഫാമിലി ആയിരിക്കും. ചിലപ്പോൾ ഒരു വീടിൻ്റെ കാര്യം ഒരു ചെറിയ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ അയാളുടെ ചെറിയ മോനെ എങ്ങനെയാണോ അല്ലെങ്കിൽ മോൾ എങ്ങനെയാണോ, അയാളുടെ വൈഫ് എന്താണ് ഉദ്ദേശിക്കുന്നത്, അയാളുടെ പാരൻസ് എന്താണ് ഉദ്ദേശിക്കുന്നത്, ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടൊരു വീട് നമ്മൾ ഡിസൈൻ ചെയ്യുന്നിടത്തും, അതല്ലാണ്ട് ഇതൊക്കെ ഒരു പ്രോംപ്റ്റിലേക്ക് മാറ്റിയിട്ട് നമ്മൾ ഒരു AI ജനറേറ്റഡ് ആക്കുന്നിടത്തും തമ്മിലുള്ള ചെറിയൊരു ഡിഫറൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ വെൻ കമ്മിങ് ടു എന്താ പറയുക, ഒരു AI യുഗം വരുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ജോബ്സ് റീപ്ലേസ് ആവുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ഈ ഒരു പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഒരു ടച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്താണെങ്കിലും അവിടെ ഒരു ഡിസൈനർ വേണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു ഗട്ട് ഫീലിംഗ്. ബേസിക്കലി ഇതൊരു എന്താ പറയുക, ഒരു പേഴ്സണൽ വ്യൂ ആണ്. സോ വെൻ കമ്മിങ് ടു എന്താണ് ഡിസൈൻ, അതാണ്. പിന്നെ നമുക്കൊരു കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യാൻ, അതല്ലെങ്കിൽ നമ്മുടെ മനസ്സിലൊരു ഐഡിയ ഉണ്ട്, അതിനെ നമുക്കൊന്ന് കോയിൻ ചെയ്തെടുക്കാനൊന്ന് ഒന്ന് ഫ്രെയിം ചെയ്തെടുക്കാനൊക്കെ നമുക്ക് AI ടൂൾസ് വളരെ ഉപകാരപ്പെടും. ഇപ്പോൾ നമ്മുടെ മനസ്സിലുള്ള ഒരു സാധനം നമ്മൾ പ്രോംപ്റ്റ് ആയിട്ട് കൊടുക്കുന്നു, അതിനൊരു രൂപമാക്കിയിട്ട് AI നമുക്ക് തരുന്നു, ആ രൂപം വെച്ചിട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്യാം. അപ്പോൾ അത് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പ്രോസസ്സിനെ എളുപ്പമാക്കും, പക്ഷെ അതൊരു ഡിസൈനർ ഇല്ലാതാക്കുന്നില്ല.